അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ദുബായി പോയി. ദുബായില് അന്ന് വിൽഫ്രഡിന്റെ ഇന്റീരിയറിന്റെ സാധനം എടുക്കാൻ വേണ്ടി പോയതാണ്. ആ ടൈമില് അവിടെ ഇൻഫ്ലുവൻസ വൈറസ് ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഇൻഫ്ലുവൻസ കിട്ടിയായിരുന്നു. ലിയാൻസൺ ദുബായി പോയിരുന്ന ടൈമില് ഞാൻ അവിടെ ഇരിഞ്ഞാലക്കുട ഒരു ഡോക്ടറെയാണ് കാണിച്ചിരുന്നത്, മെട്രോ ഹോസ്പിറ്റലില്. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിരുന്നു, ഹസ്ബൻഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു വെക്കണം, നല്ലതാണ്. ആക്ച്വലി ഞാനും ട്രാവൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് സമയത്ത് നമ്മളൊരു 3rd മന്തിന്റെ സ്കാനിങ് ചെയ്യുമല്ലോ, അതിനകത്ത് എനിക്ക് ലോ ലൈൻ ക്ലാസ്സിന്റെ ആയ കാരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ ടിക്കറ്റും വിസയും ഒക്കെ എടുത്തത് വെറുതെ. അപ്പം എന്തായാലും ലിയാൻസൺ പോയി വരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു വെച്ചു ഒരു ധൈര്യത്തിന്. പക്ഷെ അത് എടുത്തത് ശരിക്കും യൂസ്ഫുള്ളായി. കാരണം ഞാൻ ഇവിടെ എനിക്ക് വന്നിട്ട് പോലും ഇവൾക്ക് അത് വന്നില്ല എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ടെൻഷൻ അയച്ചാൽ ഞാൻ അത്രയും ടയർഡായിരുന്നു. എനിക്ക് എന്താ പറയുക, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. എനിക്ക് പിന്നെ മമ്മിക്ക് എൻ്റെ അടിക്കും വരുമെന്നായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും ലക്കിലി വന്നില്ല. മമ്മിക്ക് ആ ടൈമിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൽ പോകണതുകൊണ്ട് ഇത് വന്നാൽ അത് ഭയങ്കര ടയർഡായി പോകും. കാരണം ഞാൻ സഫർ ചെയ്ത് എനിക്ക് ശരിക്കും മനസ്സിലായതാണ്. അപ്പൊ എന്തോ ഇവൾക്ക് പിന്നെ അത് വന്നില്ല, ശരിക്കും വന്നില്ല. ടൈമിൽ നമുക്ക് ഓൾറെഡി ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ആ വാക്സിൻ എടുത്ത് വെച്ച കാരണം എനിക്ക് അങ്ങനെ ലിയാൻസ് നമ്മൾ കണ്ടിന്യൂസ് കോണ്ടാക്റ്റിൽ ഉണ്ടായിട്ട് കൂടിയും അങ്ങനെ വന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് ഡോക്ടർ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ വാക്സിൻസ് പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻസ് എടുക്കണം, നല്ലതാണ്. എനിക്ക് അങ്ങനെ അറിയണ്ടായിരുന്നില്ല അങ്ങനത്തെ വാക്സിനേഷൻ. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തപ്പോഴാണ്. അപ്പൊ അങ്ങനെ അല്ല, നമ്മള് വിചാരിച്ചത് എന്തിനാണ് ഞാൻ വാക്സിൻ എടുക്കണേ, അതിന്റെ ആവശ്യമുണ്ടോ, പ്രഗ്നൻസി ടൈമിൽ ഇഞ്ചക്ഷൻസ് ഒന്നും എടുക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിന്റെ ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു.